മാർച്ച് 10 ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഏത് ദിവസം വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഏപ്രിൽ 10 ശേഷം വോട്ടെടുപ്പ് ആരംഭിക്കുകയും മെയ് 15 ഫലപ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് സാധ്യത. മെയ് 25 അല്ലെങ്കിൽ മെയ് 30 ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും. അത് ഭരണഘടനാപരമായ ഒരു അനിവാര്യതയാണ്. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ പഴയ സിനിമാ പാട്ടിൽ പറഞ്ഞ പോലെ ആകെ അരനാഴിക മാത്രം ബാക്കി നിൽക്കുമ്പോൾ BJP ക്യാമ്പ് വലിയ ആവേശത്തിലാണ്, വലിയ ഉത്സാഹത്തിലാണ്. വിജയം തൊട്ടടുത്ത് എത്തി എന്ന പ്രതീതിയിലാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഭൂരിപക്ഷമല്ല, അതിനേക്കാൾ കൂടിയ സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് എല്ലാ ഫലപ്രവാചകന്മാരും പറയുന്നത്, നിരീക്ഷകർ പറയുന്നത്, മാധ്യമങ്ങൾ പ്രവചിക്കുന്നത്, അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു. അവർക്ക് 350 കൂടുതൽ സീറ്റുകൾ കിട്ടുമോ, അതോ 400 കടക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. നരേന്ദ്രമോദി പറയുന്ന 370 ഘടകകക്ഷികൾ കൂടി 400. വലിയ ആത്മവിശ്വാസത്തിലാണ്, അഹങ്കാരത്തോളം എത്തുന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മൂന്നാം മോഡി സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ഭരണപരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് 40 സീറ്റെങ്കിലും കിട്ടണം എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്തിരിക്കുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ. എന്ന് കരുതി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറില്ല. ഒരു ഭാഗത്തും ഒരു അലംഭാവം നടത്താൻ ഒട്ടും തയ്യാറില്ല. അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. നേരത്തെ പിണങ്ങിപ്പിരിഞ്ഞു പോയ ഘടകകക്ഷികളെ, സഖ്യകക്ഷികളൊക്കെ ഇപ്പോൾ വീണ്ടും ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിത് സിംഗിൻ്റെ മകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചൗധരി ചരൺ സിംഗിന് ഇവിടെ ഭാരതരത്നം പ്രഖ്യാപിച്ചു. അതുപോലെ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിച്ചിട്ടാണ് നിതീഷ് കുമാറിനെ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് തിരിച്ചു കൊടുത്തത്. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഭുവനേശ്വറിൽ ചെന്ന് യശശരീരനായ ബിജു പട്നായിക്കിനെ വാനോളം പ്രശംസിച്ചു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ബിജുവിൻ്റെ മകൻ നവീൻ പട്നായിക്ക് നയിക്കുന്ന ബിജു ജനതാദൾ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJPയും ഭരണകക്ഷിയായ ബിജു ജനതാദളും കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതും ഒഡീഷയിൽ നടക്കുകയാണ്. അവിടെ കോൺഗ്രസ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ലോക്സഭയിലും ഇവരുടെ പിന്തുണ ഉറപ്പായി. ആന്ധ്രയിലെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. ഈ 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞ് മുന്നണിയിൽ നിന്ന് പോയ ആളാണ് ചന്ദ്രബാബു നായിഡു കുറച്ച് നാൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് വിവേകം വീണ്ടും വിചാരമുണ്ടായി. അങ്ങനെ വീണ്ടും തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് BJP സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. മൈനർ പാർട്ട്ണറായിട്ടാണ് എങ്കിൽ പോലും. അതുപോലെ തന്നെ ജനതാദൾ സെക്കുലറുമായിട്ട്, ദേവഗൗഡയുടെ മതേതര ജനതാദളുമായിട്ടാണ് കർണാടകത്തിൽ സഖ്യം. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഇവരുടെ പരിപ്പ് ഇതുവരെ വേവാത്തത്. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നുള്ളതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പത്മജ വേണുഗോപാലിനെ വരെ BJPക്കാർ ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോയത്. പത്മജ മറുകണ്ഠം ചാടുന്ന വിവരം KPCC നേതൃത്വത്തിൽ ആരും അറിഞ്ഞില്ല. കേരളത്തിലെ BJP നേതാക്കൾ പോലും അറിഞ്ഞില്ല. പത്മജ ഡൽഹിയിലെത്തി BJPയിൽ അംഗത്വം സ്വീകരിച്ചു എന്ന വാർത്ത TV കണ്ടിട്ടാണ് നമ്മുടെ K സുരേന്ദ്രനും PK കൃഷ്ണദാസും വരെ അറിഞ്ഞത്. അതാണ് മോഡിയുടെ ഓപ്പറേഷൻ. അപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പുള്ളി തയ്യാറല്ല, യാതൊരു ചാൻസ് കൊടുക്കാൻ തയ്യാറില്ല, ഒരു റിസ്ക് കൊടുക്കാൻ തയ്യാറില്ല. ഇനിയിപ്പോൾ ശിരോമണി അകാലിദൾ തിരിച്ചു വരുമോ, നാഷണൽ കോൺഫറൻസ് BJPയുമായിട്ട് സഖ്യം ചേരുമോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൗതുകങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അവർ സഖ്യം ചെയ്താലും സഖ്യം ചെയ്തില്ലെങ്കിലും BJPയുടെ തേരോട്ടം ഏതാണ്ട് അതിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളാണ് ഈ ആകെ നിരാശരും ഹതാശരുമാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതി പരിതാപകരമാണ്. മറ്റു പാർട്ടികളുടെ സ്ഥിതിയും വളരെ ഒന്നും ഭേദമല്ല. ഒരുപക്ഷേ ദ്രാവിഡ മുന്നേറ്റ കഴകം ഒഴിച്ച് വേറെ ഒരു പാർട്ടിക്കും ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയില്ല. തൃണമൂൽ കോൺഗ്രസ് പോലും വലിയ അങ്കലാപ്പിലും ബന്ധപ്പാടിലുമാണ്. മറ്റു പാർട്ടികളുടെ സ്ഥിതിയും വളരെ ഒന്നും വ്യത്യസ്തമല്ല. ആം ആദ്മി പാർട്ടി നിൽക്കകളില്ലാത്ത സ്റ്റേജിൽ ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്യുക. കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി. അവർ അഴിമതിക്കാരെന്ന് ഇവർ തന്നെ ആക്ഷേപിച്ച കോൺഗ്രസുമായിട്ട് വീണ്ടും സഖ്യം ചെയ്യുകയാണ്.
അപ്പോൾ ഇതാണ് ആം ആദ്മിയുടെ സ്ഥിതി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ കെ മുരളീധരനും ചേരാൻ നിർബന്ധിതനായേക്കും. അല്ലെങ്കിൽ മറ്റൊരുപാട് നേതാക്കൾ ഇതുപോലെ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ സർദാർ പട്ടേലിനെ ഏറ്റെടുത്തവരാണ് BJPക്കാർ. പട്ടേലിൻ്റെ ഉടമസ്ഥന്മാരായിട്ട് BJP മാറി. അടുത്ത ഘട്ടത്തിൽ ബംഗാളിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റെടുക്കാൻ ആലോചനയുണ്ട്. അങ്ങനെ മറ്റ് പല നേതാക്കന്മാരെയും ഏറ്റെടുത്തു. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്ത് ആദരിച്ചു. ചൗധരി ചരൺ സിംഗിന് കൊടുത്തു. PV നരസിംഹറാവുവിനെ വരെ BJP ഏറ്റെടുത്തു. എൻ്റെ ഒരു ബലമായ വിശ്വാസം കെ കരുണാകരനെ BJP ഏറ്റെടുക്കും, നരേന്ദ്രമോദി ഏറ്റെടുക്കും എന്നാണ്. പത്മജയുടെ വിഹിതത്തിലാണ് തൃശ്ശൂരെ മുരളി മന്ദിരം പെട്ടിട്ടുള്ളത് ഭാഗാധാരപ്രകാരം. ആ മുരളി മന്ദിരത്തിലാണ് കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും കല്ലറകൾ ഉള്ളത്. അവിടെ പുഷ്പാർച്ചന നടത്തണമെങ്കിൽ ഇനി BJP നേതാവായ പത്മജ വേണുഗോപാലിൻ്റെ അനുവാദം വേണം. അതുകൊണ്ട് തേറമ്പിൽ രാമകൃഷ്ണൻ ആവട്ടെ, തൃശ്ശൂർ DCC പ്രസിഡൻറ്റ് ആകട്ടെ, ആരോഹനായിക്കോട്ടെ, MP വിൻസെൻ്റ് ആയാലും TN പ്രതാപനാണെങ്കിലും കരുണാകരൻ്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തണമെങ്കിൽ ഇനി പത്മജയുടെ അനുവാദം വാങ്ങണം എന്ന അവസ്ഥയാണ്. കരുണാകരനെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളതാണ് പത്മജയുടെ പരാതി. അതിൽ കുറച്ച് ന്യായമുണ്ട്. കരുണാകരൻ്റെ സ്മാരകം പണിയാനായിട്ട് ആലോചന തുടങ്ങിയിട്ട് കൊല്ലം കുറയും. ഇന്ന ദിവസം വരെ അത് പ്രായോഗികമായിട്ടില്ല, പ്രാവർത്തികമായിട്ടില്ല. കരുണാകരൻ്റെ പേര് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ഇടണം എന്നൊരു പ്രപ്പോസൽ അന്ന് മുതലുള്ളതാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം സങ്കല്പിച്ചതും ആ സ്വപ്നം പ്രാവർത്തികമാക്കിയതും കരുണാകരനാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക ചരിത്രകാരന്മാർ പറയുന്നത് VJ കുര്യൻ IAS സ്വന്തം കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും വിമാനത്താവളം ഉണ്ടാക്കി. അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഏതായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുമായിരുന്ന കാലത്ത് ആരോടും ചോദിക്കാതെ ഈ വിമാനത്താവളത്തിന് കരുണാകരൻ്റെ പേരിടാമായിരുന്നു. മിക്കവാറും ആ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കെമ്പഗൗഡ എയർപോർട്ട്, അല്ലെങ്കിൽ രാമറാവു എയർപോർട്ട്, ചൗധരി ചരൺ സിംഗ് എയർപോർട്ട്, വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെയാണ് ഓരോ സ്ഥലത്ത് വിമാനത്താവളങ്ങൾക്ക് പേരുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കെ കരുണാകരൻ്റെ പേരാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പക്ഷേ അത് കിട്ടില്ല. വിമാനത്താവള കമ്പനി ഇപ്പോൾ പിണറായി വിജയനാണ് ചെയർമാൻ. അദ്ദേഹം ഒരിക്കലും കരുണാകരൻ്റെ പേരിടുന്നതിന് അംഗീകരിക്കുകയുമില്ല. അത് നടക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇനി കരുണാകരൻ്റെ പേര് കൊച്ചി വിമാനത്താവളത്തിൽ ഇടാൻ പറ്റില്ല. പക്ഷേ മോഡി വിചാരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അംബാനി വിചാരിച്ചാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന് കരുണാകരൻ്റെ പേരിടാം. പത്മജയുടെ ഒരു അഭിലാഷം പൂർത്തീകരിക്കുകയും ചെയ്യും. അതിനേക്കാളുപരി ഇക്കൊല്ലത്തെ കോട്ട കഴിഞ്ഞു പോയി. അടുത്ത കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ കൊല്ലമോ സാക്ഷാൽ കെ കരുണാകരനെ ഭാരതരത്നമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാം. കരുണാകരന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കൊടുത്താൽ വലിയ മോശം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അതും ആളുകൾ അംഗീകരിക്കും, ആളുകൾ കൈയടിക്കും. മനോരമ മാതൃഭൂമിയൊക്കെ ഭാരതരത്ന കരുണാകരനെക്കുറിച്ച് മുഖപ്രസംഗം എഴുതും. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ലീഡറുടെ സംഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ കാച്ചുകൾ ഓരോരുത്തർ കാച്ചും. ഒരു സംശയവും വേണ്ട. കെ കരുണാകരനെ ആരാധിക്കുന്ന, കരുണാകരനെ പോലൊരു മഹാനായ ഭരണാധികാരി ഇന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ശുദ്ധാധികാരാണ് എങ്കിൽ പോലും ഈ നാട്ടിലുണ്ട്. അവരെ ഉത്തേജിപ്പിക്കുന്നതിന്, അവരുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടി മോഡിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഒരു കൊല്ലത്തിൽ ഇത്ര പേർ 3 പേർക്കേ കൊടുക്കാവുന്നുണ്ട്. പക്ഷേ ഇക്കൊല്ലത്തിൻ്റെ 5 പേർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ 3 അല്ല 5 പേർക്കോ 10 പേർക്കോ കൊടുക്കാനായിട്ട് ഒരു റൂള് ഭേദഗതി ചെയ്താൽ മതി. കെ കരുണാകരനെ ഭാരതരത്നമായിട്ട് പ്രഖ്യാപിക്കും. മരണാനന്തര ബഹുമതിയായിട്ട് AK ആൻ്റണിക്കും വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഭാരതരത്നമായിട്ട് പ്രഖ്യാപിക്കാം. അതിൻ്റെ ഫലമായിട്ട് അച്ചു ഉമ്മനും മറിയ ഉമ്മനും, ഇനി ചാണ്ടി ഉമ്മന അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെങ്കിലും BJPയിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആർക്കും അതൊന്നും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം നരേന്ദ്രമോദിയുടെയും BJPയുടെയും തന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. നമ്മൾ മനസ്സിൽ കാണുന്ന അവർ മാനത്ത് കാണും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവർ ആ സ്ഥാനത്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇത്ര നാൾ ഭരണം ഉണ്ടായിരുന്നില്ലേ? നരസിംഹറാവുവിന് ഒരു ഭാരതരത്നം അവർ കൊടുത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട ഒരു നേതാവിനും കൊടുത്തില്ല. കർമ്മയ്യ മൂപ്പനാർക്കോ കൊടുത്തില്ല, കരുണാകരനും കൊടുത്തില്ല, വസന്തദാദ പട്ടേലിനും കൊടുത്തില്ല, വിജയഭാസ്കർ റെഡ്ഡിക്ക് കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. അവർ ഇങ്ങനെയുള്ള ബഹുമതികളൊക്കെ അവർക്കും അവരുടെ സ്വന്തക്കാർക്ക് മാത്രമായിട്ട് കൊടുത്തു. BJPക്കാരങ്ങനെയല്ല. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇങ്ങനെ ബഹുമതികളാണെങ്കിലും ബിരുദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ കരാറുകളാണെങ്കിലും മറ്റ് ആനുകൂല്യങ്ങളാണെങ്കിലും ഒക്കെ അവരോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് 10 വോട്ടെങ്കിലും കൂടുതലായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള മൗലികമായ ഒരു വ്യത്യാസം.
വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.